കുറ്റവും ശിക്ഷയും പ്രാചീന കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. പ്രാചീന ഭാരതത്തിലെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ചിട്ട് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കുന്നത് മനുസ്മൃതിയെക്കുറിച്ചിട്ടായിരിക്കും. എന്നാൽ ദണ്ഡനീതിക്ക് രൂപം കൊടുത്ത ആദ്യത്തെ സ്മൃതികാരൻ മനുവല്ല. ഈ വിഷയത്തിൽ മനുവിൻ്റെ മുൻഗാമികളായിട്ട് ഗൗതമൻ, വസിഷ്ഠൻ, ആപസ്തംഭൻ, ബൗധായനൻ തുടങ്ങിയ മറ്റു മുനികളുണ്ടായിരുന്നു. ക്രിമിനൽ നിയമം പ്രാകൃത രൂപത്തിലായിരുന്നുവെങ്കിലും കൈകാര്യം ചെയ്തിരുന്നത് ഇത്തരം മുനിമാരായിരുന്നു. എന്നാൽ അവയ്ക്കൊരടുക്കും ചിട്ടയും ഏർപ്പെടുത്തിയത് മനുവായിരുന്നു എന്നതിൽ സംശയമില്ല. ദണ്ഡനീതികൾ രൂപപ്പെടുത്തുന്നതിൽ മനുവിന് ശേഷം വളരെയധികം സേവനമനുഷ്ഠിച്ച മറ്റൊരു സ്മൃതികാരനാണ് വിഷ്ണു. ഇദ്ദേഹത്തിൻ്റെ ശിക്ഷാ നിയമങ്ങൾ കൂടുതൽ മനുഷ്യത്വം കലർന്നതായിരുന്നു എന്ന് കാണാം. ബുദ്ധമതത്തിൻ്റെ സ്വാധീനമായിരിക്കാം ഇതിന് കാരണം. കൗടില്യനും ഈ നവോത്ഥാനത്തിൻ്റെ പ്രവാചകനാണ്. മനുഷ്യ സ്നേഹപരമായിട്ടുള്ള ആദർശങ്ങൾ നീതി നിർവഹണത്തെ നിയന്ത്രിച്ചിരുന്നു ഈ കാലഘട്ടങ്ങളിൽ. അടുത്ത കാലത്ത് പ്രതിനിധാനം ചെയ്യുന്ന സ്മൃതികാരന്മാരാണ് നാരദൻ, ബൃഹസ്പതി, കാത്യായനൻ എന്നിവർ. മനുവിൻ്റെ തത്വങ്ങൾ കാലോചിതമായിട്ട് പരിഷ്കരിച്ച് ഹൃദ്യവും സ്വീകാര്യവുമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം അസ്തമിച്ചതോടുകൂടി മനുവിൻ്റെ കാർക്കശ്യം നിറഞ്ഞ ദണ്ഡവ്യവസ്ഥകൾ വീണ്ടും തലപൊക്കി. വേദകാലത്ത് മോഷണം, പ്രത്യേകിച്ചും കന്നുകാലി മോഷണമായിരുന്നു സാധാരണയായിട്ടുണ്ടായിരുന്ന കുറ്റം. കുറ്റവാളികളെ ഭീകരമായിട്ട് ദണ്ഡിപ്പിച്ചിരുന്നു. തലവെട്ടുക, തോലുരിക്കുക, എല്ലൊടിക്കുക എന്നിവയായിരുന്നു ശിക്ഷാക്രമങ്ങൾ. നിർദോഷിത്വം തെളിയിക്കാൻ അഗ്നിപരീക്ഷ, ജലപരീക്ഷ, ദ്വന്ദ്വയുദ്ധം എന്നിവ ഏർപ്പെടുത്തിക്കൊണ്ടും ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം സൂചനകൾ കാണുന്നുണ്ട്. രാജദ്രോഹം, കള്ളസാക്ഷി പറയൽ, ബലാത്സംഗം, പരഭാര്യാഗമനം, വിശ്വസിച്ചേൽപ്പിച്ച മുതലിൻ്റെ അപഹരണം, കളവ്, ബ്രഹ്മഹത്യ, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും രാജാവിനെയും കൊള്ളയടിക്കുക, യുദ്ധരംഗത്തു നിന്നും ഒളിച്ചോടുക, വധിക്കുക, കൊള്ളിവെക്കുക, കുടിയാനുള്ള വെള്ളത്തിൽ വിഷം കലക്കുക, ഗുരുപത്നിയെ പ്രാപിക്കുക മുതലായവയായിരുന്നു ഇതിഹാസകാലങ്ങളിൽ പ്രധാന കുറ്റങ്ങളായിട്ട് പരിഗണിച്ചിരുന്നത്. തടവ്, ഭേദ്യം, വധം എന്നിവയായിരുന്നു ശിക്ഷകൾ. ഇന്നത്തെ നിലവെച്ച് നോക്കിയാൽ പ്രാചീന ദണ്ഡനീതികൾ ഭീകരവും കഠിനഹൃദയന്മാരെ പോലും നടക്കുന്നതുമായിരുന്നു. ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അക്കാലത്ത് വധശിക്ഷ നടത്തിയിരുന്നത്. മരത്തിൽ കെട്ടി നിർത്തി തൊലിയുരിച്ച് കൊല്ലുക, തീജ്വാലയിലിട്ട് ചുട്ട് കരിക്കുക, തിളക്കുന്ന എണ്ണയിലിട്ട് വറക്കുക, കഷ്ണങ്ങളായി വെട്ടി നുറുക്കുക ഇവയെല്ലാം സാധാരണ സമ്പ്രദായങ്ങളായിരുന്നു. കുറ്റവാസന നാമ്പിലെ നുള്ളിക്കളയുക വളരെ അധികം ശിക്ഷ നിർണ്ണയിക്കുന്നതിന് അന്ന് സ്വീകരിച്ചിരുന്ന മാനദണ്ഡം എന്നുള്ളതായിരുന്നു. അതുപോലെ കുറ്റവാളികളിൽ ഭീതി ഉളവാക്കി കുറ്റം ആവർത്തിക്കാതിരിക്കാൻ മനസ്സിൽ കുറ്റവാസന വെച്ചു പുലർത്തുന്ന ഭാവി കുറ്റവാളികളെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതെ പിന്തിരിപ്പിക്കുന്നതിനും ശിക്ഷകളുടെ കാഠിന്യം സഹായിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കുറ്റവാളിയുടെ ജാതി നോക്കി ശിക്ഷകളിൽ ഏറ്റക്കുറച്ചിലുകൾ നിർണ്ണയിച്ചിരുന്നു എന്നതാണ് അന്നത്തെ ദണ്ഡനീതിയുടെ പ്രധാന ന്യൂനത. പ്രാചീന കേരളത്തിൽ എങ്ങനെയായിരുന്നു നോക്കാം. പ്രാചീന കേരളത്തിലെ നീതി നിർവഹണവും ശിക്ഷാ സമ്പ്രദായങ്ങളും പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. നീതി പരിപാലിക്കുന്നതിൽ രാജാക്കന്മാർക്ക് വളരെ നിഷ്കർഷത പാലിച്ചിരുന്നു. രാജാക്കന്മാർ അന്നത്തെ ശിക്ഷാ സമ്പ്രദായങ്ങളിൽ കടുത്തതും ഭയങ്കരങ്ങളുമായിരുന്നു. അക്കാര്യത്തിൽ അവർ തീരെ നിർദ്ദയരായിരുന്നു. കാര്യങ്ങൾ വളരെ വേഗത്തിൽ തീരുമാനിച്ചിരുന്നു. അതിനവർക്ക് വക്കീൽമാരുടെയോ നിയമഗ്രന്ഥങ്ങളുടെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തലമുറകളായിട്ട് അനുവർത്തിച്ചു പോരുന്നിരുന്ന നാട്ടുനടപ്പനുസരിച്ചിട്ടായിരുന്നു നീതി നിർവഹണം നടത്തിയിരുന്നത്. ആദ്യം കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു ശിക്ഷ നൽകിയിരുന്നത്. ബ്രാഹ്മണ മേധാവിത്വം വർദ്ധിച്ചു വന്നതോടുകൂടി അതിൽ മാറ്റം വന്നു. പിന്നീട് കുറ്റം ചെയ്ത വ്യക്തിയുടെ ജാതിയായി ശിക്ഷകളുടെ ശിക്ഷ എത്ര നൽകണം എന്ന് തീരുമാനിക്കുന്നത്. ഏറ്റവും കടുത്ത ശിക്ഷകൾക്ക് പോലും ജാതിഭ്രഷ്ടായിരുന്നു ബ്രാഹ്മണസിന് നൽകിയിട്ടുണ്ടായിരുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. ആ ശിക്ഷ തന്നെയും വിധിക്കാൻ ആഴുവാഞ്ചേരി തമ്പ്രാക്കന്മാർക്ക് മാത്രമായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. ഒരു നായർ എന്തെങ്കിലും കീഴ്ജാതിക്കാരനെ എന്തെങ്കിലും ചെയ്താൽ വധിച്ചാൽ പിഴ മാത്രമേ ഈ നായർക്ക് ശിക്ഷയായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കീഴ്ജാതിക്കാരൻ നാളികേരം മോഷ്ടിച്ചാൽ വധശിക്ഷ ലഭിക്കുമായിരുന്നു. കൊലപാതകം, മോഷണം, വ്യഭിചാരം, രാജാവിനോടും രാജ്യത്തോടും ചെയ്യുന്ന ദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ ലഭിക്കും. ഓരോ കുറ്റത്തിൻ്റെയും വലിപ്പ ചെറുപ്പമോ പ്രകൃതാനന്തരമോ അനുസരിച്ചായിരിക്കും വധശിക്ഷ നടത്തുന്ന രീതിക്കും മാറ്റം വരിക. കഴിവിന്മേലും കഴുത്ത് വെട്ടിയോ ആണ് സാധാരണ ശിക്ഷ നടത്തിയിരുന്നത്. എന്നാൽ ചിലപ്പോൾ ദേഹമാസകലം എണ്ണ തേപ്പിച്ച് ശീല ചുറ്റി തീ കൊളുത്തിയും ആനക്കാലിൽ കെട്ടി ഓടിച്ചും വാണം കെട്ടി കത്തിച്ചും പറപ്പിച്ചും അതുപോലെ ഓരോ അവയവങ്ങളായി മുറിച്ചും വധശിക്ഷ നടത്താറുണ്ടായിരുന്നു.
നിസ്സാര കുറ്റങ്ങൾക്ക് പിഴയും അടിയുമായിരുന്നു ശിക്ഷയായിട്ട് നൽകിയിരുന്നത്. ഇനി സത്യപരീക്ഷകൾ എന്താണെന്ന് നോക്കാം. കുറ്റം തെളിയിക്കുവാനുള്ള മാർഗം സത്യപരീക്ഷകളായിരുന്നു. ജലപരീക്ഷ, അഗ്നിപരീക്ഷ, വിഷപരീക്ഷ, തൂക്കുപരീക്ഷ എന്നിങ്ങനെ പലതായിരുന്നു സത്യപരീക്ഷകൾ. ഇവയുടെ തരം നിശ്ചയിച്ചിരുന്നത് കുറ്റക്കാരൻ്റെ ജാതി നോക്കിയിട്ടായിരുന്നു. തൂക്കുപരീക്ഷ ബ്രാഹ്മണസിനും, അഗ്നിപരീക്ഷ ക്ഷത്രിയന്മാർക്കും, ജലപരീക്ഷ വൈശ്യന്മാർക്കും, വിഷപരീക്ഷ ശൂദ്രന്മാർക്കും എന്നായിരുന്നു പ്രമാണം. കുറ്റവാളികളെ കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോ നെയ്യിലോ കൈമുക്കിച്ചാണ് അഗ്നിപരീക്ഷ നടത്തിയിരുന്നത്. കുറ്റക്കാരനല്ലെങ്കിൽ കൈപ്പൊള്ളും, അല്ലെങ്കിൽ കൈപ്പൊള്ളില്ല. മുതലകളും ചീങ്കണ്ണികളും നിറഞ്ഞിട്ടുള്ള കിടങ്ങുകളിലും കയങ്ങളിലും കുറ്റവാളികളെ നീന്തുവാൻ വിടുന്നതായിരുന്നു ജലപരീക്ഷ. ഈ ദുഷ്ടജന്തുക്കളുടെ ആക്രമണത്തിന് വിധേയരാകാതെ മറുകരക്ക് നീന്തി രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ നിരപരാധികളാണെന്ന് നിർണ്ണയിക്കുകയും വിട്ടയക്കുകയും ചെയ്യുമായിരുന്നു. 3 നെല്ലിയുടെ പാഷാണം 32 ഇരട്ടി നെയ്യിൽ ചേർത്ത് കഴിപ്പിക്കുക. ഉഗ്രവിഷമുള്ള സർപ്പത്തെ അടച്ചു കെട്ടിയിരിക്കുന്ന കൂടത്തിൽ കൈയിടുക മുതലായവയായിരുന്നു വിഷപരീക്ഷ. ഈ പരീക്ഷയിൽ നിന്നും ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെട്ടാൽ കുറ്റക്കാരനല്ല, ഉപദ്രവമേറ്റാൽ കുറ്റക്കാരനാണെന്ന് വിധിക്കും. ഈ 3 വിധം പരീക്ഷകളും ബ്രാഹ്മണസിന് ബാധകമായിരുന്നില്ല. അവർക്ക് തൂക്കുപരീക്ഷയാണ് കുറ്റം. കുറ്റം ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയെ ഒരു ത്രാസിലിരുത്തി തൂക്കം കണക്കാക്കുന്നു. അയാളുടെ ദേഹത്ത് അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ വിശദ വിവരങ്ങൾ എഴുതിയ ഓല കെട്ടിയതിനു ശേഷം വീണ്ടും തൂക്കുന്നു. അപ്പോൾ ആദ്യത്തേക്കാൾ തൂക്കം കൂടിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് വിധിക്കും. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ കൈമുക്ക് പ്രസിദ്ധമാണ്. ശുചീന്ദ്രത്തെ കൈമുക്ക് നമ്പൂതിരി സമ്പ്രദായത്തിലെ ഒരു സത്യപരീക്ഷയായിരുന്നു. ഈ പരീക്ഷകളിലധികവും നടന്നത് നമ്പൂതിരി സ്ത്രീകളുടെ സദാചാര ലംഘനത്തെ സംബന്ധിച്ചിട്ടായിരുന്നു. സ്മാർത്ഥ വിചാരത്തിൻ്റെ തുടർച്ചയായിരുന്നു ഇത്. ഇതിനു പുറമെ പഴുപ്പിച്ച ഇരുമ്പിൽ നക്കിച്ചും കുറ്റവാളികളെ നിർണയിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ, മുസ്ലിമുകൾ, ജൂതന്മാർ തുടങ്ങിയ അഹിന്ദുക്കളെയാണ് ഈ സത്യപരീക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നത്. കേരളം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളെല്ലാം ഇവിടുത്തെ നീതിനിർവഹണ വ്യവസ്ഥകളും ശിക്ഷാ സമ്പ്രദായങ്ങളും അവിടെ ആകർഷിച്ചിട്ടുണ്ട്. 1343 കേരളത്തിലെത്തിയ ഇബ്നു ബത്തൂത്തയുടെ വാചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാളികാരം മോഷ്ടിച്ചാൽ വധശിക്ഷ. മുലൈബാറിനെ പോലും ഇത്ര നിർഭയമായി സഞ്ചരിക്കാവുന്ന പാതകൾ ലോകത്തൊരിടത്തും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കടുത്ത ശിക്ഷകൾ നൽകുന്ന രാജ്യം വിരളമാണ്. ഒരു നാളികേരം മോഷ്ടിച്ചാൽ മതി, വധശിക്ഷ ലഭിക്കുകയായി. നാളികേരമോ പഴങ്ങളോ വീണു കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ വരുന്നത് വരെ അവിടെ തന്നെ കിടക്കും, മറ്റാരും എടുക്കില്ല. ആരെങ്കിലും എടുത്തതായി അറിയുകയാണെങ്കിൽ കടുത്തതും മാതൃകാപരവുമായിട്ടുള്ള ശിക്ഷകൾ നൽകാൻ രാജാവ് ഒരിക്കലും അമാന്തിച്ചിരുന്നില്ല. ഒരിക്കൽ ഇപ്രകാരം വഴിയിൽ വീണ് കിടന്നിരുന്ന നാളികേരം ചില യാത്രക്കാർ എടുത്തു കൊണ്ടുപോയതായിട്ട് അറിഞ്ഞ രാജാവ് അവരെ തെരഞ്ഞുപിടിച്ച് പലകകളിൽ മലർത്തിക്കിടത്തി കുറ്റികളടിച്ച് കൊന്ന് ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ കാഴ്ചവെച്ചിരുന്നതായിട്ട് ചിലർ പറഞ്ഞു. ഇപ്രകാരമുള്ള കുറ്റികൾ വഴിനീളെ കാണുവാനുമുണ്ട്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. കേരളത്തിലെ രാജാക്കന്മാർ ആക്രമണം, അതുപോലെ മോഷണം എന്നീ കുറ്റങ്ങൾക്ക് നൽകിയിരുന്ന ശിക്ഷകൾ കുറവായിരുന്നതിനാൽ കൊല, കൊള്ള, മോഷണം എന്നിവ ഇവിടെ കുറവായിരുന്നു. കുറ്റങ്ങൾക്ക് നൽകിയിരുന്ന ശിക്ഷകൾ കടുത്തതായിരുന്നതിനാൽ അവിടെ കുറ്റങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ഇബ്നു ബത്തൂത്തൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ അന്ന് കൊല്ലത്തുണ്ട്. ഏതോ ഒരു വഴക്കിനെ തുടർന്ന് ഇറാഖുകാരനും ധനാഢ്യനുമായിട്ടുള്ള അമ്പെയ്ത്തുകാരൻ മറ്റൊരു ഇറാഖുകാരനെ വധിച്ചു. കൊലയാളി ധനാഢ്യനായിട്ടുള്ള മുസ്ലിം നേതാവായിട്ടുള്ള ഔജിയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മുസ്ലിമുകൾ മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ രാജാവിൻ്റെ പ്രതിനിധികൾ തടയുകയും ഘാതകനെ സർക്കാരിൽ ഏൽപ്പിച്ചാലല്ലാതെ ശവശരീരം മറവ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അതിന് പുറമെ ശവശരീരം പെട്ടിയിലാക്കി ഔജിയുടെ വീടിൻ്റെ വാതിൽക്കൽ വെച്ചു. ശവം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം നാലുപാടും പരക്കാൻ തുടങ്ങി. ഔജി പലതിനും ശ്രമിച്ചു നോക്കി. രാജാവ് ഒന്നിനും വഴങ്ങിയില്ല. അവസാനം ഘാതകന് മാപ്പ് കൊടുക്കണമെന്ന അഭ്യർത്ഥനയോടെ ഔജി അയാളെ സർക്കാരിന് ഏൽപ്പിച്ചു കൊടുത്തു. രാജാവ് കൊലപാതകയ്ക്ക് വധശിക്ഷയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അയാളെ വധിച്ചതിനു ശേഷമേ ഔജിയുടെ വാതിൽക്കൽ വെച്ചിരുന്ന ശവശരീരം സംസ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അന്യൻ്റെ മാങ്ങയെടുത്തതിന് മരുമകനെ കൊന്നു. അടുത്ത സംഭവം പറഞ്ഞ് കേട്ടതാണ്. ഇതൊക്കെ പറയുന്നത് ഇബ്നു ബത്തൂത്തയാണ് കേട്ടോ. ഇബ്നു ബത്തൂത്തൻ്റെ ബുക്കിലെ കാര്യങ്ങളാണ്. ഒരു ദിവസം രാജാവ് കോവിലകത്തിന് പുറത്ത് തോട്ടത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. തൻ്റെ മകളുടെ ഭർത്താവും കൂട്ടിനുണ്ടായിരുന്നു. ഉലാത്തിക്കൊണ്ടിരിക്കെ വഴിയിൽ വീണ് കിടക്കുന്ന മാങ്ങ മരുമകൻ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. അന്യൻ്റെ വസ്തു അനുവാദം കൂടാതെ എടുത്തത് കൊണ്ട് കോപാവിഷ്ടനായിട്ടുള്ള രാജാവ് മകനെ 2 പൊളിയായി മുറിക്കുവാൻ പടനായകനോട് ആജ്ഞാപിച്ചു. ആ മാങ്ങയും 2 പൊളിയാക്കി. രാജകുമാരൻ്റെ ശരീരത്തിൻ്റെ പകുതിയും മാങ്ങയുടെ പകുതിയും ചേർത്ത് വഴിയുടെ ഒരു ഭാഗത്ത് കാഴ്ചവെച്ചു.
ജനങ്ങൾക്ക് ശിക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കാൻ അത് ഉപയോഗിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ മധ്യകാല യുഗത്തിലെ ഏറ്റവും വലിയ ഭൂമിശാസ്ത്രജ്ഞനായ അൽ ഇദ്രീസി ഇന്ത്യക്കാരുടെ നീതിപാലനത്തെക്കുറിച്ചിട്ട് വലിയ മതിപ്പാലാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ: ഇന്ത്യക്കാർ കള്ളന്മാരും കൊള്ളക്കാർക്കും വധശിക്ഷയാണ് നൽകുന്നത്, എന്നാൽ ജാമ്യക്കാരെ പരിപൂർണമായി മടക്കി കൊടുക്കുന്നു. കർത്തവ്യ നിർവഹണത്തിന് മധ്യസ്ഥൻ്റെയോ മേലധികാരിയുടെയോ സഹായം വേണ്ടിവരുന്നില്ല. നീതി പ്രവർത്തിക്കാൻ അവർക്കാരുടെയും പ്രേരണ വേണ്ട. അവർ സഹജമായിട്ടുള്ള സ്വഭാവമാണ് നീതി എന്നുള്ളത്. ഇന്ത്യക്കാരുടെ നീതിനിഷ്ഠക്കും സത്യസന്ധതക്കും ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടെന്ന് വയ്ക്കുക. ആ വസ്തു അയാൾ നിശ്ചിത ദിവസത്തിനകം മടക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഉത്തമർണൻ അധർമ്മനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഉത്തമർണൻ അധർമ്മൻ നിൽക്കുന്നതിന് ചുറ്റും വട്ടം വരക്കും. ആ കടം വീട്ടുകയോ നിശ്ചിത ദിവസം കൊടുക്കാതിരിക്കുന്നതിന് മാപ്പ് ചോദിക്കുകയോ ചെയ്തതിന് ശേഷമേ അയാൾക്ക് ആ വട്ടത്തിൽ നിന്നും പുറത്തു കടക്കാൻ പാടുള്ളൂ. ഇതവർ ലംഘിക്കാറുണ്ടായിരുന്നില്ല. പ്രാചീന കാലം മുതൽക്ക് തന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പുണ്ടായിരുന്ന സമ്പ്രദായമാണിത്. വരച്ച വരയിൽ നിർത്തി കാര്യം പറയിപ്പിക്കുന്ന ഈ സമ്പ്രദായത്തിന് പുതിയ പതിപ്പാണ് ഇന്നത്തെ ഘേരാവോ. ഭാരതം സന്ദർശിച്ചിട്ടുള്ള മിക്ക സഞ്ചാരികളും ഈ ആചാരത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. വർത്തേമ അഥവാ നമ്മളെ ഇറ്റാലിയൻ ആയിട്ടുള്ള സഞ്ചാരിയായിരുന്നു വർത്തേമ, ലുഡോവിക്കോ ഡി വർത്തേമ. അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്: ഒരാൾ എനിക്ക് 25 ഡുക്കട്ട്, യൂറോപ്പിൽ പഴയ കാലത്ത് നടപ്പുണ്ടായിരുന്ന നാണയമാണ് ഈ ഡുക്കട്ട് പറയുന്നത്, അത് തരുവാനുണ്ടായിരുന്നിരിക്കെ പണം മടക്കി തരാമെന്ന് പറഞ്ഞ് അനവധി തവണ തെറ്റിച്ചുവെന്നും വിചാരിക്കുക. പണം എനിക്ക് മടക്കി കിട്ടേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരു പച്ചിലക്കമ്പ് കയ്യിലെടുത്ത് കടക്കാരൻ്റെ പിന്നിൽ പതുക്കെ ചെന്ന് ആ കമ്പ് കൊണ്ട് വട്ടം വരയ്ക്കണം. ഇങ്ങനെ വരക്കുന്ന വട്ടത്തിൽ കടക്കാരനെ ഉൾപ്പെടുത്തുവാൻ സാധിച്ചെങ്കിൽ പിന്നെ താഴെ പറയും പ്രകാരം 3 പ്രാവശ്യം അവനോട് പറയണം: രാജാവിൻ്റെയും ബ്രാഹ്മണരുടെയും ശിരസാണെ ഞാൻ എനിക്ക് തരേണ്ടതായ പണം മുഴുവൻ തന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ ഇവിടെ വിട്ടുപോകാൻ പാടില്ലെന്ന് തന്നോട് കൽപ്പിക്കുന്നു. ഇപ്രകാരം ചെയ്താൽ കച്ചവടക്കാരൻ എനിക്ക് പണം ഉടനെ തരും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. കാത്തു നിൽക്കാൻ ആരും വേണ്ട. അവിടെ ചാവുകയാണെങ്കിൽ കൂടി ആ വട്ടത്തിൽ നിന്നും പുറത്തു പോകില്ല. പണം തരാതെ വട്ടത്തിൽ നിന്നും പുറത്ത് കടന്നാൽ രാജാവ് അവനെ കൊല്ലും. മതവും ജാതിയും അനുസരിച്ചിട്ടുള്ള ശിക്ഷയെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തിലെ ശിക്ഷാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും വിസ്തരിച്ച് എഴുതിയിട്ടുള്ളത് ഡുവാട്ട ബർബോസയാണ്. അദ്ദേഹം പോർച്ചുഗീസ് സഞ്ചാരിയാണ് കേട്ടോ. അദ്ദേഹം ഒരു വ്യാഴവട്ടത്തിലധികം കാലം കേരളത്തിൽ താമസിച്ച് ഇവിടുത്തെ ജനങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചിട്ട് പഠിച്ച പണ്ഡിതനാണ്. മലയാള ഭാഷയും നല്ലവണ്ണം പഠിക്കുകയുണ്ടായി. ആ പോർച്ചുഗീസുകാരൻ 1503 കപ്രാളും ഒരുമിച്ച് കേരളത്തിൽ വന്നത്. 1503 തോന്നുന്നു. പിന്നെ ബർബോസയുടെ വിവരണത്തെ നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായിട്ട് ആചരിച്ച് വരുന്ന നീതിന്യായ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കുറ്റക്കാർക്കുള്ള ശിക്ഷകൾ നൽകിയിരുന്നത്. അതിൽ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ കുറ്റം തന്നെ വ്യത്യസ്ത മതക്കാരും ജാതിക്കാരും ചെയ്യുന്നതായതിനാൽ ശിക്ഷയുടെ രൂപത്തിന് വ്യത്യാസം വരും. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ കളവ് കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ വധശിക്ഷ ലഭിക്കും. അവൻ്റെ ശിരസ്സറുത്ത് കഴുവിന്മേൽ പുറത്ത് ചേർത്ത് കുത്തി നിർത്തി കൈക്കാലുകൾ 4 കുറ്റികളിന്മേൽ വലിച്ച് അകത്തി കെട്ടിയിട്ട് തല കഴുവിൻ്റെ തലയ്ക്കൽ കുത്തി നിർത്തും. ക്രിസ്ത്യാനിയാണ് കുറ്റം ചെയ്തതെങ്കിൽ കൊല്ലുകയാണ് പതിവ്. കഴുവേറ്റില്ല. കണ്ടെടുക്കുന്ന കളവ് മുതലിനെ അവകാശിയും ഉടമസ്ഥനല്ല, കാര്യക്കാരനാണ്. കളവ് മുതൽ കിട്ടിയിട്ടും കള്ളനെ കിട്ടിയില്ലെങ്കിൽ ആ മുതൽ കുറേ കാലം സൂക്ഷിച്ചു വെക്കും. ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ കള്ളനെ പിടിച്ച് ശിക്ഷിക്കാൻ കഴിയാതെ വന്നാൽ കളവ് മുതലിൻ്റെ 3/4 ഭാഗം ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കും. 1/4 ഭാഗം കാര്യക്കാരനും എടുക്കും. കള്ളൻ കുറ്റം സമ്മതിക്കാതെ വരികയാണെങ്കിൽ തടവിൽ പാർപ്പിച്ച് ഭേദ്യം ചെയ്യും. എന്നിട്ടും കുറ്റം സമ്മതിക്കാത്ത പക്ഷം അന്യായക്കാരനെ വരുത്തും. എന്നിട്ടും വിട്ടയക്കണോ അതോ സത്യപരീക്ഷ നടത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് അന്യക്കാരനാണ്. സത്യപരീക്ഷ നടത്താനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ കുറ്റവാളിയെ കുളിപ്പിച്ച് പ്രധാന ക്ഷേത്ര സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. ക്ഷേത്ര നടയിൽ വെച്ചാണ് സത്യപരീക്ഷ നടത്തുക. വലിയ ചെമ്പു പാത്രത്തിൽ എണ്ണയൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കും. എണ്ണയിലിട്ടിരിക്കുന്ന പച്ചിലകൾ എണ്ണയുടെ തിള കൊണ്ട് തെറിച്ച് വീഴുമ്പോൾ കുറ്റക്കാരനെ അതിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. കുറ്റക്കാരൻ്റെ വലതു കൈയിൽ ചൊറിയോ അതുപോലെ ചിരങ്ങോ പഴുപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അന്യായക്കാരൻ്റെ മുന്നിൽ വെച്ചിട്ട് പരിശോധിച്ച് അത് രേഖപ്പെടുത്തും. അതിനുശേഷം കുറ്റക്കാരനെ കൊണ്ട് ക്ഷേത്ര നടയിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കളവ് ഞാൻ ചെയ്തിട്ടില്ല, അത് ചെയ്തത് ആരാണെന്ന് അറിയുമില്ല, ഇത് സത്യം. ഇത് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം തിളക്കുന്ന എണ്ണയിൽ കൈവിരലുകൾ മുക്കുന്നു. മുക്കിയെടുത്ത ഉടനെ പരിശോധിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം വിരലുകൾ ശീല കൊണ്ട് പൊതിഞ്ഞ് ഭദ്രമായി കെട്ടി മുദ്ര വയ്ക്കുന്നു. അതിനുശേഷം ജയിലിലടക്കും. 3-ാമത്തെ ദിവസം അയാളെ വീണ്ടും ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പാകെ വെച്ച് കെട്ടയക്കുന്നു. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ വധശിക്ഷ നൽകുന്നു, പൊള്ളിയിട്ടില്ലെങ്കിൽ വിട്ടയക്കുന്നു. അപ്പോൾ ഈ വിട്ടയക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആളെ
അന്യായക്കാരനെ ആയിരിക്കും ശിക്ഷിക്കുക. ബ്രാഹ്മണനെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷകൾ. ബ്രാഹ്മണർ, പ്രഭുക്കന്മാർ എന്നിവരെ ഉപദ്രവിക്കുന്നവർക്കും ഗോവധം നടത്തുന്നവർക്കുമുള്ള ശിക്ഷകൾ നമ്മൾ പറഞ്ഞ പോലെയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് അധികവും കഠിന ശിക്ഷകളായിരുന്നു നൽകിയിരുന്നത്. കുറ്റക്കാരൻ മുസ്ലിം ആണെങ്കിൽ അന്വേഷണം, വിസ്താരം മുതലായവ വിവരിച്ച പ്രകാരമായിരിക്കും തിളച്ച എണ്ണയിൽ കൈമുക്കുന്നതിന് പകരം പഴുപ്പിച്ച ഇരുമ്പിൽ നക്കിക്കും. നാക്ക് പൊള്ളിക്കണ്ടാൽ കൊല്ലും, പൊള്ളിയിട്ടില്ലെങ്കിൽ വിട്ടേക്കും. ചെറിയ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ പിഴയാണ്. പിഴയായി പിരിയുന്ന പൈസ സംഖ്യ കാര്യക്കാർക്കുള്ളതാണ്. ഈ ഇനത്തിൽ അവർക്ക് വലിയ വരുമാനമുണ്ട്. എന്തു കുറ്റം ചെയ്താലും പ്രഭുക്കളെ ചങ്ങലയ്ക്ക് വെക്കാൻ പാടില്ല. അവർ കൊലപാതകമോ കവർച്ചയോ ഗോഹത്യയോ വ്യഭിചാരമോ ചെയ്തതായിട്ട് തെളിയാണെങ്കിൽ കുറ്റക്കാരനെ കണ്ടുകിട്ടുന്നിടത്ത് വെച്ച് വധിക്കുവാൻ അധികാരപ്പെടുത്തുന്ന ഒരു കൽപ്പന 3-4 പ്രമാണിമാർക്ക് കൊടുക്കുന്നു. കുറ്റക്കാരനെ കണ്ടുകിട്ടുന്നിടത്ത് വെച്ച് വധിച്ച് മൃതശരീരം മലർത്തിക്കിടത്തി കൽപ്പന മാറത്ത് തറച്ചു നിർത്തും. നാട്ടിൻപുറത്ത് വെച്ചാണ് കുറ്റക്കാരനെ കൊലപ്പെടുത്തുന്നതെങ്കിൽ ശവശരീരം അവിടെ തന്നെ കിടക്കും. അതവിടെ കിടന്ന് ചീഞ്ഞളിയുകയും നായി, നരി എന്നിവയ്ക്ക് ഭക്ഷണമാവുകയും ചെയ്യുന്നതല്ലാതെ ആരും അത് എടുത്തു മാറ്റില്ല. അതിനടുത്തുപോലും ആരും പോകാറില്ല. കൊലപ്പെടുത്തിയത് പട്ടണത്തിൽ വെച്ചാണെങ്കിൽ അയൽപ്പക്കത്തുള്ളവരുടെ അപേക്ഷയെ മാനിച്ച് ശവം നീക്കം ചെയ്യാറുണ്ട്. ഒരു പ്രമാണി മറ്റൊരു പ്രമാണിയുടെ മേൽ കൊലപാതകം, കവർച്ച മുതലായ കുറ്റം ചുമത്തി അന്യായപ്പെട്ടാൽ കാര്യക്കാരന്മാർ വിവരം രാജാവിനെ അറിയിക്കും. പ്രതി തൻ്റെ മുന്നിൽ ഹാജരാകാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കും. കൽപ്പന അനുസരിച്ച് രാജസന്നിധിയിൽ ഹാജരായില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് നിശ്ചയിച്ച് കൊലശിക്ഷയ്ക്ക് വിധിക്കും. പ്രതി ഹാജരായാൽ അന്യായക്കാരനെയും വിളിപ്പിക്കും. രണ്ടുപേരെയും നിർത്തി വിചാരണ ചെയ്യും. അന്യായക്കാരൻ ഒരു ചുള്ളിക്കമ്പോ കുറച്ച് പുല്ലോ കയ്യിൽ വെച്ച് ഇന്ന ആൾ ഇന്നവിധം പ്രവർത്തിച്ചു എന്ന് പറയും. അന്യായക്കാരൻ ചെയ്തതുപോലെ പ്രതിയും ചുള്ളിക്കമ്പോ പുല്ലോ കയ്യിൽ വെച്ചിട്ട് ഇതിനെയെല്ലാം നിഷേധിക്കും. അന്യായക്കാരൻ പറഞ്ഞതോ പ്രതി പറഞ്ഞതോ ആണ് ശരിയെന്ന് തീരുമാനിക്കുക സത്യപരീക്ഷയാണ്. അതിനായിട്ട് 8 ദിവസങ്ങൾക്ക് ശേഷം കാര്യക്കാരന്മാരുടെ മുന്നാകെ ഹാജരായിക്കൊള്ളണമെന്ന് കൽപ്പിക്കും. നിശ്ചിത ദിവസത്തിന് കക്ഷികളും ഹാജരാവും. മുൻപ് വിവരിച്ച പോലെ തന്നെ തിളച്ച എണ്ണയിൽ കൈമുക്കി പ്രതിജ്ഞ ചെയ്യുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് കെട്ടയച്ചു നോക്കും. കൈ പൊള്ളിയിട്ടില്ലെങ്കിൽ കൊല്ലും, പൊള്ളിയിട്ടുണ്ടെങ്കിൽ കൊല്ലും, പൊള്ളിയിട്ടില്ലെങ്കിൽ അന്യായക്കാരനെ കൊല്ലും. നീതിക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യാൻ തയ്യാറാവുന്ന ജനങ്ങൾ. സ്ത്രീകളെ കൊലയ്ക്ക് തൂക്കാറില്ല. ജാത്യാചാര വിരുദ്ധമായിട്ട് പെരുമാറുന്ന സ്ത്രീകളെ രാജാവ് മറ്റു മതസ്ഥന്മാർക്ക് വിറ്റുകളയാണ് ചെയ്തിരുന്നത്. പ്രവൃത്തി ദോഷം രാജാവിൻ്റെ അറിവിൽ എത്തുന്നതിന് മുമ്പ് ബന്ധുക്കൾ അറിഞ്ഞാൽ ആ സ്ത്രീയെ മുറിക്കകത്തിട്ട് അടച്ചുകൊണ്ട് കുന്തം കൊണ്ടോ കടാരി കൊണ്ടോ കുത്തി കൊന്നുകളയും. അങ്ങനെ ചെയ്യാത്ത പക്ഷം തറവാടിന് തന്നെ അത് അപമാനകരമാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് രാജാവ് എതിരായിരുന്നില്ല. നീതിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും സന്നദ്ധരായിരുന്നു അന്നത്തെ ജനങ്ങൾ. ഒരുവനോട് ആരെങ്കിലും അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ ആമോഖിനെ ഏൽപ്പിക്കും. ഇയാൾ രാജകൊട്ടാരത്തിലോ മന്ത്രിമന്ദിരത്തിലോ ചെന്ന് നീതിക്ക് അപേക്ഷിക്കും. ഈ അപേക്ഷ ആരും കേട്ടിട്ടില്ലെങ്കിൽ ചേരമാൻ പെരുമാളിൻ്റെ പേർ ചൊല്ലി സത്യം ചെയ്യും. എന്നിട്ടും കേട്ടില്ല എങ്കിൽ സ്വന്തം ശരീരത്തിൽ പലയിടത്തും മുറിവേൽപ്പിച്ച് ഈ രക്തമൊഴിച്ച് പിന്നെയും മേൽപ്പറഞ്ഞ സത്യം ചെയ്യും. തൻ്റെ പരാതി ചെവിക്കൊള്ളുന്നത് വരെ യാതൊരു പ്രവൃത്തിയും ചെയ്യുവാനും സമ്മതിക്കില്ല. ഇതുകൊണ്ട് ഫലമുണ്ടായില്ലെങ്കിൽ അവിടെ വെച്ച് ജീവഹാനി വരുത്തും. ഇതിന് ഇടവരാറില്ല. അതിനു മുമ്പ് തന്നെ പരാതികൾ കേൾക്കുകയും പ്രതിവിധികൾ നടപ്പിലാക്കുകയും ചെയ്യും. കഴുവേറ്റലിനെ കുറിച്ചിട്ട് ബർത്തലേമിയയുടെ ദൃസാക്ഷി വിവരണം നോക്കാം. കാർത്തിക തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന് ധർമ്മരാജ്യം എന്ന പേര് നേടിക്കൊടുത്ത കാലം. അന്നൊരു ദിവസം കൊല്ലത്ത് ലക്ഷ്മിനടക്കടുത്ത് ആൾക്കൂട്ടം കണ്ട് ബർത്തലോമ്യ അങ്ങോട്ട് കയറിച്ചെന്നു. ഒരു മനുഷ്യനെ കഴിവേറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുതുകിൻ്റെ അടിയിൽ കഴുത്തറ്റം കൂർത്ത ഇരുമ്പ് കമ്പി കയറ്റി അതിൻ്റെ താഴത്തെ അറ്റം ഒരു തൂണിൽ ചേർത്ത് തുളച്ച് സ്റ്റൂളിൽ നിർത്തുന്നതാണ് കഴിവേറ്റലിൻ്റെ രീതി. വേദനയും വിശപ്പും ദാഹവും കൊണ്ട് എരിപിരി കൊള്ളും. ആരും ഒരിറ്റ് വെള്ളം പോലും കൊടുക്കില്ല. അങ്ങനെ ചെയ്താൽ രാജകോപത്തിനിടയാക്കും. 3 നാൾ കൊണ്ടേ ചാവുകയുള്ളൂ. ഈ രീതിക്ക് ചിത്രവധം എന്ന് സംസ്കൃതത്തിലും ഉഴച്ചുകൊല്ലൽ എന്ന് മലയാളത്തിലും പറയും. ചാതുർവർണ്ണയത്തിൽ പെടാത്തവരെ മാത്രമാണ് ഇങ്ങനെ വധിക്കാറുണ്ടായിരുന്നുള്ളൂ. 3 തേങ്ങ മോഷ്ടിച്ചതിനായിരുന്നു ലക്ഷ്മി നടയിലെ കഴുവേറ്റ്. തേങ്ങയുടെ ഉടമസ്ഥൻ ശൂദ്രനും മോഷ്ടാവ് ഈഴവനുമായിരുന്നു. ശൂദ്രൻ പരാതിപ്പെട്ടു. 6 വൈദികർ ചേർന്ന് സ്മൃതികളെയും ധർമ്മസൂത്രങ്ങളെയും പ്രമാണമാക്കി പ്രതിയെ കഴുവേറ്റാൻ വിധിക്കുകയും ചെയ്തു. ഇനി കെട്ടിത്താഴ്ത്തൽ എന്ന വധശിക്ഷാ രീതി ഇവിടെ നടപ്പിലുണ്ടായിരുന്നു. ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് എല്ലാ കായലിലും കെട്ടിത്താഴ്ത്താറില്ല. അതിന് പ്രത്യേക കായലുകളും പ്രത്യേക സ്ഥാനങ്ങളും നിർണയിച്ചിട്ടുണ്ട്. ആ കായലിൻ്റെ തീരത്ത് കുറ്റവാളിയെ കൊണ്ടുവന്ന് നിർത്തും. ഒരു വലിയ കുടം അയാളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കും. കുടത്തിൻ്റെ വായ അയാളുടെ കഴുത്തിന് താഴെയായിരിക്കും. 2 കൈകൊണ്ടും ആ കുടം താങ്ങിപ്പിടിച്ച് കുറ്റവാളിയെ വെള്ളത്തിലിറക്കും.
പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല. കഴുത്തിനു മീതെ വെള്ളമാകുമ്പോൾ കുടം നിറയും. കുടം നിറയുന്നതോടുകൂടി തലയും കുത്തി അഗാധതയിലേക്ക് അയാൾ താഴ്ന്നു പോകും. ഇനി അടുത്തൊരു ശിക്ഷയാണ് പുലിക്കൂട്. വധശിക്ഷയ്ക്ക് വിധിക്കുന്ന കുറ്റവാളികളെ ഇടുന്ന കൂടിനെയാണ് പുലിക്കൂട് എന്ന് പറയുന്നത്. പ്രധാന രാജപാതക്കരികിലാണ് ഇത് സ്ഥാപിക്കുക. 4 പാടും മുകളിലും അഴികൾ അടിച്ചിട്ടുള്ള ഈ കൂട് ബലിഷ്ഠമായിരിക്കും. ഇടുങ്ങിയതും കുറ്റവാളിയെ ഇത്തരം കൂടുകളിൽ അടക്കുകയും വധശിക്ഷ നടപ്പിലാക്കിയിരുന്നു. കൂടുകളിൻ്റെ ഉള്ളിട്ടിട്ട് തന്നെ വധശിക്ഷ നൽകിയിരുന്നു. ഇതിലടക്കപ്പെടുന്ന വ്യക്തിക്ക് നടക്കുവാനോ നിവർന്ന് നിൽക്കുവാനോ സൗകര്യം ഉണ്ടായിരുന്നില്ല. കൂട്ടിലടച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വെള്ളമോ ഭക്ഷണമോ കൊടുക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചതായിട്ട് അറിയുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ നൽകും. അതിനാൽ ആരും അതിന് തുനിയുകയില്ല. വെയിലും മഴയും കൊണ്ട് വിശപ്പും ദാഹവും സഹിച്ച് ഇടുങ്ങിയ കൂട്ടിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്ന കാഴ്ച ഭീതിജനകമാണ്. ആ മരണപരാക്രമണങ്ങൾ കാണുന്ന ആരും കുറ്റകൃത്യം ചെയ്യുവാൻ തുനിയുകയില്ല. ഇനി മുക്കാലിൽ കെട്ടിയടിക്കുക. ചെറിയ തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷ മുക്കാലിൽ കെട്ടിയടിക്കുകയായിരുന്നു. കുറ്റത്തിൻ്റെ ഗൗരവം പോലെയുള്ള അടിയായിരുന്നു. അടിയുടെ എണ്ണവും ഇതിന് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. കരക്കുടിശ്ശിക, ആടുമോഷണം, കോഴിമോഷണം എന്നീ കുറ്റങ്ങൾക്കാണ് ഈ മുക്കാലിൽ കെട്ടി അടി നൽകിയിരുന്നത്. പൊതുസ്ഥലങ്ങളിലോ കവലകളിൽ വെച്ചോ ആണ് മുക്കാലിൽ കെട്ടി അടിച്ചിരുന്നത്. അതിനായിട്ട് ഇത് കാണാൻ ധാരാളം പേരുണ്ടാവും. ആദ്യമായിട്ട് കുറ്റവാളിയെ മുക്കാലിയിൽ ചേർത്ത് പുറം തിരിച്ചു കെട്ടും. അതിനുശേഷമാണ് അടി തുടങ്ങുക. ഇതിന് പ്രത്യേകം പരിശീലനം നേടിയവരും അവകാശപ്പെടുന്നവരുണ്ട്. ചൂരൽ വായുവിൽ വീശി ചുവടൊപ്പിച്ച് മുതുകിൽ പതിപ്പിക്കുന്നത് കാണാൻ കൗതുകമാണ്. ഓരോ അടിക്കും തൊലി പൊളിയും. ഇപ്രകാരം ഏതാനും അടി കഴിയുമ്പോഴേക്കും കുറ്റവാളി വേദന സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് കെട്ടഴിച്ചു വിടും. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം വീണ്ടും തുടരും. നിർദ്ദേശിച്ചിട്ടുള്ളതിൽ അടി കൂടുകയോ കുറയുകയോ ഇല്ല. ഇത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവും. അടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി പുളിവെള്ളം കുടിപ്പിക്കുകയാണ്. ഇതുമൂലം വയറ്റിളക്കം പിടിപെട്ട് തളരുകയും മുറിവുകൾ പഴുക്കുകയും ചെയ്യും. വേദനയും തളർച്ചയും കൊണ്ട് പരവശനാകുന്ന ആ വ്യക്തിയെ ബന്ധുക്കൾ താങ്ങിയെടുത്ത് കൊണ്ടുപോകും. മറ്റൊരു രീതിയായിരുന്നു സ്വത്ത് കണ്ടുകെട്ടൽ. വേലുത്തമ്പി ദളവയുടെ കാലത്ത് സർക്കാർ പണം അപഹരിക്കുന്നതിന് നൽകിയിരുന്ന ശിക്ഷ തടവായിരുന്നു. ചിലപ്പോൾ വധശിക്ഷയും ലഭിച്ചിരുന്നു. ഇതിനു പുറമെ കുറ്റത്തിനും ഗുരുലംഘനത്തിനും കുറ്റവാളിയുടെ കുടുംബസ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. സർക്കാർ രേഖകളിൽ കൃത്രിമം കാണിക്കുന്നവരും വലതു കൈയോ ഇടത് കൈയിലോ വിരലുകൾ ഇവരുടേത് മുറിച്ചു കളയുമായിരുന്നു. കൈക്കൂലി വാങ്ങുന്നവരെ പൊതുനിരത്തിലോ കമ്പോളത്തിലോ വെച്ച് മുക്കാലിയിൽ കെട്ടി ചാട്ട കൊണ്ടടിക്കുകയാണ് പതിവ്. കള്ളസാക്ഷി പറയുന്നവരുടെയും അതുപോലെ കള്ളസത്യം ചെയ്യുന്നവരുടെയും മൂക്കും ചെവിയും ചെത്തിക്കളയും. കൃഷിക്കാരെ ദ്രോഹിക്കുന്നവർക്ക് ശരീരമാസകലം ശിക്ഷ നൽകുകയായിരുന്നു. ദേഹദണ്ഡനമായിരുന്നു ശിക്ഷ ഉണ്ടായിരുന്നത്. അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്യും. ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ തെളിയുന്ന ഏത് കേസിനും ശരീരദണ്ഡനവും സ്വത്ത് കണ്ടുകെട്ടലും സർവ്വസാധാരണമായിട്ടുള്ള ശിക്ഷാരീതിയായിരുന്നു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കഠിന ശിക്ഷകളാണ് നൽകിയിരുന്നത്. പോക്കറ്റടി, പൂട്ടുകൾ തുറന്നുള്ള മോഷണം എന്നിവക്കും കുറ്റക്കാരുടെ കയ്യോ വിരലോ മുറിച്ചു കളയുമായിരുന്നു. സ്ത്രീകളെ അപമാനിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് വധശിക്ഷ നൽകുമായിരുന്നു. ഫലമൂലാദികൾ മോഷ്ടിക്കുന്നവർക്കുള്ള ശിക്ഷ അടിയാണ്. ചില പ്രത്യേക കേസുകളിൽ അംഗച്ഛേദം അഥവാ അവയവം ഛേദിക്കുക, ശൂലത്തിൽ തറയ്ക്കൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ വൃക്ഷങ്ങളിൽ ആണിയടിച്ച് നിർത്തൽ എന്നിങ്ങനെയുള്ള ശിക്ഷകൾ നൽകിയിരുന്നു. ശിക്ഷകളുടെ കാഠിന്യം. അന്നത്തെ ശിക്ഷകളുടെ കാഠിന്യം മനസ്സിലാക്കാൻ മണ്ണാപ്പേടി, പുലപ്പേടി എന്നിവയായിരുന്നു നിർത്തലാക്കിയത് കൊണ്ട് ഉണ്ണി കേരളവർമ്മ 841 അഥവാ 9-ാം നൂറ്റാണ്ടിൽ പുറപ്പെടുവിച്ച വിളംബരം നോക്കിയാൽ മനസ്സിലാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൽപ്പന ലംഘിക്കുന്നവരെ മാത്രമല്ല അവരുടെ കുടുംബത്തെ ഒന്നടങ്കം സ്ത്രീകളുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടികളെ പോലും വെട്ടി നുറുക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൈക്കൂലിക്ക് കഠിന ശിക്ഷ. കൈക്കൂലി വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും പണ്ട് മുതൽക്കേ ശിക്ഷാർഹമായിട്ടുള്ള ഒരു തെറ്റായിട്ടായിരുന്നു ഇതിന് കണ്ടുപോന്നിരുന്നത്. കൈക്കൂലി വാങ്ങുന്നവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക മാത്രമല്ല കഠിനമായ ശിക്ഷയും നൽകിയിരുന്നു. 1.5 നൂറ്റാണ്ടിന് മുമ്പ് തിരുവിതാംകൂർ ദിവാൻ സുബ്ബരായർ പുറപ്പെടുവിച്ച വിളംബരങ്ങൾ ഇതിനെ തിരുവനന്തപുരത്തിലുള്ള ആക്കേവിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ ഈ രാജ്യത്ത് കൈക്കൂലി സമ്മാനം വാങ്ങിക്കുന്ന കാരണമായിട്ട് പണ്ടാര കാര്യങ്ങൾക്ക് വളരെ ദോഷങ്ങളായിട്ട് കണ്ടിരിക്കുന്നതിനാൽ മേലുള്ളതിന് പണ്ടാര കാര്യങ്ങൾക്ക് കൂടുതൽ കെടുതൽ വരുത്തുന്നതിനായിട്ട് കൈക്കൂലി സമ്മാനങ്ങൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ചെയ്യരുതെന്ന് നാം വളരെ മനഃപൂർവ്വമായിട്ട് നിശ്ചയിച്ചു. ചട്ടം കെട്ടിയിട്ടും പോൾ ഉദ്യോഗസ്ഥന്മാർക്കും കുടിയാന്മാർക്കും കച്ചവടക്കാർക്കും ഉൾപ്പെടെ ആളുകളായത് നല്ല ഉറപ്പായിട്ട് തോന്നാതെ നമ്മുടെ അടുക്കൽ സഹവാസം ചെയ്യുന്ന ആളുകളുടെ
ഹജൂരിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ദുഷ്പ്രവൃത്തികൾ ഏതെങ്കിലും കൈക്കൂലി കാര്യങ്ങൾ വളർത്തിക്കൊണ്ടാമെന്ന് കൈക്കൂലി സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു വരുന്ന പ്രകാരം അറിയാൻ ഇടവരികയും മേലും അതിൻവണ്ണം ചെയ്തു പോകാതെ പരസ്പര മുഖമായിട്ട് അടിഞ്ഞു നടപ്പാനായിട്ട് ഇപ്പോൾ വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നതെന്നാൽ, അതായത് ഇങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെ അടുക്കൽ പാർക്കുന്ന ആളുകൾ ആകട്ടെ യോദ്ധാക്കൾ ആകട്ടെ ദിവസം പ്രതി സഹവാസം ചെയ്യുന്ന ആളുകളാകട്ടെ കൈക്കൂലി സമ്മാനം യാതൊരു കാര്യമെങ്കിലും സാധ്യം വരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങുകയാണെങ്കിൽ കാശ് പോലും കൈക്കൂലി സമ്മാനങ്ങളായിട്ട് വരരുത്. ഇതിന് കൈക്കൂലി ആളുകളുടെ മുഖതാവിൽ വന്ന് ബാധിപ്പിച്ചു കൊള്ളണം. അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് പിഴ കൊടുക്കാഞ്ഞാൽ അടി കൊടുക്കുക എന്നുള്ള ശിക്ഷ. കേസിൻ്റെ വിധി അനുസരിച്ച് പിഴ എടുക്കുവാൻ നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ തുക ഈടാക്കാൻ മറ്റു മാർഗങ്ങളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ പിഴക്ക് പകരം കുറ്റവാളിയെ 1 ഡസൻ അടി കൊടുത്ത് സംഖ്യ കണക്കാക്കി കുറവെഴുതുന്ന സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പാക്കിയിരുന്നു എന്ന് ഒരു അന്നത്തെ റെസീറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഓഫീസിൽ വൈകി വന്നതിനുള്ള പിഴ ശിക്ഷ. സമയനിഷ്ഠ പാലിക്കാതെ ഓഫീസിൽ താമസിയെത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പിഴ ശിക്ഷ നൽകിയിരുന്നു എന്ന് രേഖകൾ പറയുന്നുണ്ട്. കൃത്യനിഷ്ഠ പാലിക്കാതിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ പിഴ ഈടാക്കിയിരുന്നത് കൊണ്ടാണ് ശിക്ഷ നൽകിയിരുന്നത്. ഏകദേശം 1.25 നൂറ്റാണ്ടിന് മുമ്പാണ് തിരുവിതാംകൂർ ദിവാനായിരുന്ന കൃഷ്ണരായർ ഓഫീസിൽ വൈകി വന്ന ട്രഷറി ഉദ്യോഗസ്ഥന്മാർക്ക് പിഴ ശിക്ഷ നൽകിയ ഉത്തരവാണ് ഇതിനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. സ്മാർത്ഥ വിചാരം. പഴയ കാലത്ത് ജാതി സംഘങ്ങൾ നീതിന്യായ വിചാരണ നടത്തുകയും ശിക്ഷകൾ വിധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ഉദാഹരണമാണ് സ്മാർത്ഥ വിചാരം. നമ്പൂതിരി സ്ത്രീകൾക്ക് ജാരസംസർഗത്തിൻ്റെ ശങ്ക ഉണ്ടാകുന്ന അവസരങ്ങളിൽ നടത്തുന്ന വിചാരണയാണ് സ്മാർത്ഥ വിചാരം എന്ന് പറയുന്നത്. സ്ത്രീയെ സാധനം എന്നാണ് വിളിക്കുക. ഇത്തരം സ്ത്രീകളെ സാധനം എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ സാധനത്തെ ഉടനെ ഇല്ലത്ത് നിന്ന് മാറ്റി 5-ാം പുരയിലാക്കും. അന്നു മുതൽ അവളുടെ ഇല്ലക്കാർക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഉടനെ സ്മാർത്ഥ വിചാരം നടത്തണം. ഒരു പഞ്ചായത്താണത് നടത്തുക. അവർക്ക് നീട്ടുകൾ അടക്കുവാൻ സാധനം പറയുന്ന ഈ സ്ത്രീയാണ് കേട്ടോ. സാധനത്തിൻ്റെ ഭർത്താവ് രാജാവിനോട് അഭ്യർത്ഥിക്കും. അങ്ങനെ പഞ്ചായത്തിൻ്റെ സഭാനാഥനാണ് സ്മാർത്ഥൻ. അദ്ദേഹവും 2 മീമാംസകരും അഥവാ വർണ്ണധർമ്മങ്ങളിൽ നൈപുണ്യമുള്ള 2 നമ്പൂതിരിമാരാണ് കേട്ടോ. അപ്പോൾ ഈ സ്മാർത്ഥനും 2 നമ്പൂതിരിമാരും സംഘത്തിലെ പ്രതിനിധിയായ അരക്കോയ്മയും രാജാവിൻ്റെ പ്രതിനിധിയായ പുറക്കോയ്മയും ഈ പഞ്ചായത്തിലെ അംഗങ്ങളായിരിക്കും. വിചാരണ സമയത്ത് വാളൂരി പിടിച്ച് സദസ്സിന് ഒരു കാവൽ നിൽക്കുന്ന കടമയാണ് പുറക്കോയ്മ. അതാണ് പുറക്കോയ്മയുടെ കടമ. ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തിയതിന് ശേഷം ദാസി വിചാരം ആരംഭിക്കുന്നു. സാധനത്തിൻ്റെ ദോഷങ്ങളെ കുറിച്ചിട്ട് ദാസിയാണ് അറിയിക്കുക. ഇതിനുശേഷം സ്മാർത്ഥനും അരക്കോയ്മയും പുറക്കോയ്മയും ചേർന്ന് ദാസി മുഖാന്തരം സാധനത്തെ ചോദ്യം ചെയ്യുന്നു. പ്രത്യേക മുറിയിലോ പുരയിലോ ആണ് സാധനത്തെ ഇരുത്തുക. ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം കുറ്റം അവളെക്കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ്. കുറ്റം സമ്മതിക്കുന്നത് വരെ സ്മാർത്ഥൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് ചിലപ്പോൾ കുറേ ദിവസം ആവർത്തിക്കും. കുറ്റം സമ്മതിക്കാതെ വരുന്ന അവസരങ്ങളിൽ പാമ്പ്, പെരുച്ചാഴി മുതലായ ജന്തുക്കളെ മുറിയിലേക്ക് അയച്ച് ഭയപ്പെടുത്തും. കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ മുറിയിൽ നിന്നും പുറത്തു കൊണ്ടുവരും. പിന്നീട് ചാരന്മാരുടെ പേരുകളും വിശദ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. വിചാരത്തിൻ്റെ അവസാനത്തിൽ കുറ്റക്കാരായിട്ടുള്ളവരുടെ പേരുകൾ ഒരു പട്ടർ ഉറക്കെ വിളിച്ചു പറയും. പിന്നീട് സാധനത്തിൻ്റെ മറക്കുട വാങ്ങി വലിച്ചെറിയുകയും അവളുടെ ആശുചക്രികളെല്ലാം നടത്തുകയും ഇല്ലത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രായശ്ചിത്തം ചെയ്താൽ ഭർത്താവിൻ്റെ ഭ്രഷ്ട് മാറിക്കിട്ടും. വിചാരണ സമയത്ത് സംസർഗമുണ്ടായിട്ടുണ്ടെന്ന് സാധനം പറഞ്ഞിട്ടുള്ള പുരുഷന്മാരെയെല്ലാം ജാതിഭ്രഷ്ടരാക്കും. ഭ്രഷ്ട് നീങ്ങണമെങ്കിൽ തിളച്ച നെയ്യിൽ കൈമുക്കി സത്യം തെളിയിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെ നാടുകടത്തും. ഇവരെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ 6 വൈദികർ ചേർന്നിട്ട് ശുദ്ധികർമ്മം ചെയ്ത് വീണ്ടും ജാതി പ്രകാരമുള്ള അവകാശങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കുന്നു. സാധനത്തെ അടിമയാക്കി വിറ്റ് രാജാവ് രാജഭണ്ഡാരത്തിൽ മുതൽക്കൂട്ട് വർദ്ധിപ്പിക്കുന്നു. ശിക്ഷാ സമ്പ്രദായങ്ങളിൽ പ്രാദേശികമായി സംഗതികൾ നിസ്സാരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രധാന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നീതിന്യായത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാക്കന്മാർക്കായിരുന്നുവെങ്കിലും കാര്യക്കാരന്മാരും ബ്രാഹ്മൺസും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. രാജാവിനു വേണ്ടി കുറ്റവിചാരണ നടത്തിയിരുന്നതും ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നതും ഇത്തരം ബ്രാഹ്മൺസ് ആയിരുന്നു. അപരിഷ്കൃതമെന്ന് തോന്നിയേക്കാമെങ്കിലും ശിക്ഷകളുടെ കാഠിന്യം നിമിത്തം കുറ്റങ്ങൾ വളരെ കുറവായിരുന്നു. മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും അവരുടെ മേൽനോട്ടത്തിൽ നാട്ടുരാജാക്കന്മാരുടെ കീഴിലും പുതിയ നീതിന്യായ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നതോടു കൂടിയാണ് ജാതി നോക്കിയിട്ടും സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടുള്ള നീതിന്യായം നടത്തുന്ന രീതി അവസാനിച്ചത്.